നമ്മൾ രക്ഷാപ്രവർത്തനം ഓൺഗോയിങ് ആണ് ഇപ്പോൾ. രക്ഷാപ്രവർത്തനങ്ങൾ ഓൺഗോയിങ് ആണ്. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ മുമ്പ് വരെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചെറിയ പടക്കങ്ങളായിട്ടൊക്കെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ആളുകൾക്ക് അകത്തേക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫയർഫോഴ്സ് ഇപ്പോൾ അവരുടെ വാട്ടർ സ്പ്രേ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡിൽ ഇപ്പോൾ ഒരു ബോഡിയും കൂടി അവർ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ ബോഡി എനിക്ക് തോന്നുന്നു ഇപ്പോൾ 6 ആയിട്ടുണ്ട്. അതിൽ 5 മെഡിക്കൽ കോളേജിൽ ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഒരെണ്ണം ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ് അവർ. മൊത്തം 23 പേരെയാണ് അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ കുറച്ച് 3 പേരുടെ നില ഗുരുതരമാണ്. നമ്മുടെ മെഡിക്കൽ ടീംസ് എല്ലാം അവിടെ സജ്ജമാണ്. ഇൻ അഡീഷൻ പാലക്കാട് നിന്നൊരു ടീം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഡീഷൻ എറണാകുളത്ത് ഒരു ടീമിനെ ബഫറിലും വെച്ചിട്ടുണ്ട്. നമുക്ക് നിലവിൽ മെഡിക്കൽ കോളേജിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന കാഷ്വാലിറ്റീസ് ആണ് ഉള്ളത്. പ്രൈവറ്റ് ടീംസിനെ നമ്മൾ അലേർട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എയർഫോഴ്സ്, ഫയർഫോഴ്സ്, അതുപോലെ ആംബുലൻസുകളെല്ലാം സജ്ജമാണ്. അതെ അതെ, എല്ലാവരെയും അങ്ങോട്ട് തന്നെയാണ് എത്തിച്ചിരിക്കുന്നത്. അതെ അതെ, അത് രണ്ടും ഡ്രോൺ ഓൾറെഡി ഇവിടെ ഉണ്ട്. റോബോട്ടിൻ്റെ ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെ, SDM-നെയാണ് മജിസ്ട്രേറ്റിയൽ എൻക്വയറിക്ക് വേണ്ടിയിട്ടാണ്. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും റൈറ്റ് ഫ്രം ദ ലൈസൻസ് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് റിപ്പോർട്ട് തരുന്നത്. നമ്മൾ മെയിനായിട്ട് സ്വരാജ് റൗണ്ടിലുള്ള ഫയർ ലൈൻ ബാക്കിയുള്ള കാര്യങ്ങളുടെയാണ് ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തിയിരുന്നത്. ഇവർ പറഞ്ഞ വിവരം അനുസരിച്ച് 30-40 ഇടയ്ക്ക് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഇവിടെ നിന്ന് ഒരു 6 പേരെന്തോ അപ്പുറത്തെ വീട്ടിൽ വെള്ളം കുടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിരുന്ന കണക്ക് പ്രകാരമാണ് 30-40 ഇടയ്ക്ക് ആളുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു കാറ്റഗറി തിരിച്ചിട്ടുള്ള കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. സാമ്പിൾ എടുത്തിട്ട് നടക്കേണ്ടിയിരുന്നത് സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളിലേക്കുള്ളൊരു തീരുമാനം എങ്ങനെയായിരിക്കും? നമ്മൾ നിലവിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഇനി ആരെങ്കിലുമൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ എത്രയും പെട്ടെന്ന് കോർഡൺ ഓഫ് ചെയ്യുക, പബ്ലിക്കിനെ കൂടുതൽ, കാരണം അവിടെ ഇനി എന്തെങ്കിലും സ്ഫോടനം നടക്കുമോ എന്നുള്ള കാര്യം ഉറപ്പില്ലാത്തത് കൊണ്ട്, കാരണം ഇടയ്ക്ക് പടക്കങ്ങൾ പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം ആളുകളെ കോർഡൺ ഓഫ് ചെയ്തിട്ട് നൈറ്റിലാണെങ്കിലും നമുക്ക് എല്ലാ ആളുകളെ അവിടെ നിന്ന് പുറത്തെടുക്കാനായിട്ടുള്ള ഒരു ശ്രമം നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല, എനിക്കതിനെ കുറിച്ച് ഇപ്പൊ കമന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് മജിസ്ട്രേറ്റിയൽ എൻക്വയറി കഴിഞ്ഞിട്ട് പറയുന്നതാണ്. ഒരാളാണ് അങ്ങനെ പറഞ്ഞത്. അതിപ്പോ നിലവിൽ ചികിത്സയിലുള്ള ആളാ അങ്ങനെ പറഞ്ഞെന്നാണ് പറഞ്ഞത്. അവിടെ കാരണം കുറച്ച് ബോഡി പാർട്സ് ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് അവർ കറക്റ്റ് നമ്പർ കൺഫേം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ 5 എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന നമ്പർ. ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് നമ്മൾ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അവിടുത്തെ സൂപ്രണ്ട് പറഞ്ഞത് അവരിപ്പോൾ അതിന് ഫിറ്റാണ്, അവർക്കത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അല്ല, നമ്മൾ ബാക്കി എല്ലാ ഡോക്ടേഴ്സിനെ തിരിച്ച് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അത് കൂടാതെയാണ് പാലക്കാട് നിന്ന് എറണാകുളത്ത് നിന്ന് ഞാനിപ്പോൾ പറഞ്ഞ എക്സ്ട്രാ ടീം. നമ്മളിപ്പോൾ ഒരു കൺട്രോൾ റൂമും കൂടി ഇപ്പോൾ അടുത്തുള്ള വില്ലേജ് ഓഫീസിൽ തന്നെ തുറക്കുന്നുണ്ട്. എൻക്വയറീസ് ഒക്കെ വരുന്നത് ഡീൽ ചെയ്യാനും പറ്റും. ബാക്കി ഉറപ്പായിട്ടും നമ്മൾ ലൈറ്റ്സ് ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളത്. അതെ, അത് നമ്മൾ കയറുന്ന ആളുകളുടെ സുരക്ഷ കൂടി ഉറപ്പാക്കിയിട്ട് മാത്രമാണ് അതിൻ്റെ അകത്തേക്ക് ആളുകളെ കയറ്റുള്ളൂ. അത് ഫയർഫോഴ്സ് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെ, അവർ ആ എൻഡിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. പക്ഷെ അവരോടും ഒരു സേഫ്റ്റി നോക്കിയിട്ട് മാത്രമാണ് ഫർദർ അകത്തേക്ക് എൻ്റർ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കിടക്കുള്ളൂ.